മുമ്പിൽ കിട്ടുന്ന ഏതൊരു വാർത്തയായാലും എങ്ങനെ ഇടതുപക്ഷ സർക്കാരിന് കേരള സർക്കാരിനെതിരെയാക്കി കൊണ്ടുവരാം എന്നുള്ളതിനാണ് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് പൈസ കിട്ടുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ഒരു വാർത്ത കൊണ്ടുവരാണ്. ആഴക്കടൽ മുങ്ങിയ കപ്പലിൽ ആർക്കുള്ള ചരക്കായിരുന്നു, കേരള സർക്കാർ അതിന് മറുപടി പറയണം എന്നുള്ളത്. ആഴക്കടൽ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് മിനിമം നമ്മുടെ അബ്ജോദ് വർഗീസിന് അറിയില്ല. അത് അറിയുന്നതാണെന്ന് വെച്ചാലും അത് പറയില്ല, അതിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കേരളത്തിൽ ഒരു സവിശേഷ പ്രാധാന്യമുണ്ട്. കേരള സർക്കാരും വിഴിഞ്ഞം തുറമുഖ അധികൃതരും കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് തീരത്തും കടലിലും കലർന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉയർത്തുന്ന ഗൗരവതരമായ ചോദ്യങ്ങളോട് ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഇന്നെങ്കിലും തയ്യാറാകുമോ എന്നതാണ് നമ്മൾ ഉയർത്തേണ്ട ചോദ്യം. കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്തെന്നും ആർക്ക് അയച്ചതെന്നും ഇനി എന്ത് നിയമ നടപടിയെന്നും സർക്കാരും തുറമുഖ അധികൃതരും കേരളത്തോട് പറയാൻ, ജനങ്ങളോട് പറയാൻ, ലോകത്തോട് പറയാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മരിച്ച മത്സ്യത്തൊഴിലാളികൾ അവരാദ്യം മുതലെടുക്കാൻ ശ്രമിച്ച BJP പിന്നീട് എന്താ ചെയ്തതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് മനസ്സിലാവാതെയല്ല ഇത് പറയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.